നമസ്കാരം. ഇ-ലേണിന്റെ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സും. ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഒന്ന് നോക്കിയേക്കാം. Category M, N and T types of vehicles described in CMVR rule number 3 and 2, 2C, 2I, 2W. അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ നമ്പർ 3 എന്താണെന്ന് നോക്കുന്നുണ്ട്. റൂൾ നമ്പർ 2 സി, ഐ, ഡബ്ല്യു എന്നീ സബ്സെക്ഷൻസ് നോക്കുന്നുണ്ട്. എന്താണ് കാറ്റഗറി ടി വെഹിക്കിൾ, കാറ്റഗറി എൻ വെഹിക്കിൾ, എൻ കാറ്റഗറി വെഹിക്കിൾ എന്താണ്, എൽ കാറ്റഗറി വെഹിക്കിൾ എന്താണ്, അതിന് കൃത്യമായിട്ട് പറയുന്നത് ഹോമോലോഗേഷൻ ഓഫ് വെഹിക്കിൾസ് എന്നാണ്. നമ്മുടെ പരിവാഹന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഹോമോലോഗേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്തേക്കുക, അതും കൂടി ഒന്ന് ആധാരമാക്കി വെച്ചേക്കുക. അത് തന്നെയാണ് നമ്മൾ പറയുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെക്കുക, എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. യാത്രക്കാരെ വഹിക്കുന്ന 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങളെ കാറ്റഗറി എമ്മിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എം കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 അതിലധികമോ ചക്രമുള്ള വാഹനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് എം കാറ്റഗറി എന്ന് പറയുന്നത്. 4 ചക്രമോ അതിലധികമോ യാത്രക്കാരെ, അപ്പൊ എം കാറ്റഗറി പാസഞ്ചർ വെഹിക്കിളിനാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. അതിൽ തന്നെ കാറ്റഗറി M1 എന്താണെന്ന് നോക്കിക്കേ. ഡ്രൈവർ സീറ്റിന് പുറമെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 8ൽ കൂടാത്ത വാഹനങ്ങൾ. അപ്പോ ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡ്രൈവറിന്റെ സീറ്റ് അധികം 8, അതായത് മൊത്തത്തില് 9 ആയിരിക്കും. മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 ആയിരിക്കും. അപ്പോ M1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറിനെ കൂടാതെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 8, അഥവാ ആ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന മുഴുവൻ യാത്രക്കാരുടെ എണ്ണം, ഡ്രൈവർ ഉൾപ്പെടെ മുഴുവൻ യാത്രക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 ആയിരിക്കും. D+8 അല്ലെങ്കിൽ 9 ആയിരിക്കും. ഡ്രൈവറിന് പുറമെ 8 പേർ, അങ്ങനെ ആകെ യാത്രക്കാർ 9 ആണെങ്കിൽ അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ആ വാഹനത്തിനുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് M1 കാറ്റഗറി. ഓർത്തു വെക്കുക, എം കാറ്റഗറി എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസഞ്ചേഴ്സിനെ, യാത്രക്കാരെ കൊണ്ടുപോകാനായിരിക്കും. 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങളെയാണ് എം കാറ്റഗറി എന്ന് പറയുന്നത്, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട്, യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട്. ഇനി M1 കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 8ൽ കൂടാത്ത വാഹനങ്ങൾ. എങ്ങനെ? ഡ്രൈവിംഗ് സീറ്റിന് പുറമെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 8ൽ കൂടാത്തത്. അപ്പോൾ ആകെ യാത്രക്കാരുടെ എണ്ണം 9 ആയിരിക്കും. ഡ്രൈവർ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ യാത്രക്കാരുടെ എണ്ണം 8 ആയിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് M2 കാറ്റഗറി വാഹനങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് M2 കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി ഭാരം, വാഹനത്തിന്റെ പരമാവധി ഭാരം 5 ടണ്ണിൽ കൂടാത്തതും ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ ആളുകളെ കയറ്റുവാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് M2 വാഹനങ്ങൾ. നോക്കിയേ, എം കാറ്റഗറി എന്ന് പറഞ്ഞാൽ പാസഞ്ചർ കാറ്റഗറിയാണ്, യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പരമാവധി ഭാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GVW എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൊത്ത വാഹന ഭാരം അഥവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൊത്ത ഭാരം 5 ടണ്ണിൽ കൂടരുത്. ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ ആളുകളെ കയറ്റുവാൻ കഴിയുന്ന വാഹനങ്ങളായിരിക്കണം. അപ്പോ ഇവിടെയുള്ള GVW മൊത്ത വാഹന ഭാരം എന്ന് പറയുന്നത് 5 ടണ്ണിൽ താഴെ നിൽക്കണം. ഡ്രൈവർ സീറ്റിന് പുറമെ 9ലധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? M2 കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങൾ എന്ന് പറയാം. പാസഞ്ചർ കാറ്റഗറി വെഹിക്കിൾ ആണ്. മൊത്ത വാഹന ഭാരം എന്ന് പറയുന്നത് 5 ടണ്ണിൽ കൂടരുത്, 5ൽ താഴെ നിൽക്കാവൂ, 5 ടണ്ണിൽ താഴെ മാത്രമേ നിൽക്കാവൂ. ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? M2 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് M2G എന്ന് പറയുന്നത്. ഈ G എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്ത് വെച്ചേക്കുക, ക്രോസ് കൺട്രി വെഹിക്കിൾ അഥവാ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി ഉള്ള വെഹിക്കിൾ എന്ന് ഓർത്തു വെച്ചേക്കുക. നോക്കിക്കേ, എം വിഭാഗത്തിലുള്ളതും അതായത് പാസഞ്ചർ കാറ്റഗറിയിൽ ഉള്ളതായിരിക്കണം. ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി, ഓഫ് റോഡിംഗ് കഴിവുമുള്ള വാഹനങ്ങളെ എന്തെന്ന് പറയുന്നു? M2G കാറ്റഗറിയിൽ പെടുത്തുന്നു.
അപ്പോൾ M2G എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യങ്ങൾ ഓർക്കണം. വാഹനത്തിന് ഓഫ് റോഡിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം. M എന്നുള്ള ഡെസിഗ്നേഷൻ ആ ലെറ്റർ കൊടുത്തേക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വെക്കാം എന്താണ്? പാസഞ്ചർ കാറ്റഗറിയാണ്. അപ്പോൾ വാഹനം പാസഞ്ചർ കാറ്റഗറി ആയിരിക്കണം. വാഹനത്തിന് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി, ഓഫ് റോഡിൽ ഓടിക്കുവാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അഥവാ അങ്ങനെ ഒരു വാഹനം ക്രോസ് കൺട്രി വാഹനമാണെങ്കിൽ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? M2G കാറ്റഗറിയിൽ പെടുത്താമെന്ന് ഓർത്തു വെക്കുക. അടുത്തത് നോക്കിക്കേ. കാറ്റഗറി M3 വാഹനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. പാസഞ്ചർ കാറ്റഗറി വാഹനമായിരിക്കും. മൊത്ത വാഹന ഭാരം 5 ടണ്ണിൽ കൂടിയതും. അപ്പോൾ വാഹനത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 5 ടണ്ണിൽ കൂടുതലായിരിക്കണം. ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റിംഗ് കപ്പാസിറ്റിയുമുള്ള വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? M3 കാറ്റഗറി എന്ന് പറയുന്നത്. മറ്റേത് M2 കാറ്റഗറി ആകുമ്പോഴത്തേക്കും 5 ടണ്ണിൽ താഴെയായിരുന്നു, ഇവിടെ 5 ടണ്ണിൽ കൂടുതലാണ്. അപ്പോ വാഹനത്തിന്റെ GVW എന്ന് പറയുന്നത് എന്താണ്? 5 ടണ്ണിൽ കൂടിയിരിക്കണം. സീറ്റിംഗ് കപ്പാസിറ്റി വ്യത്യാസമൊന്നുമില്ല. ഡ്രൈവറിന്റെ സീറ്റിന് പുറമെ 9 ഉണ്ടായിരിക്കണം എന്ന് ഓർത്തു വെച്ചേക്കുക. മനസ്സിലാവുന്നുണ്ടോ? M3 കാറ്റഗറി എന്ന് പറഞ്ഞാല് വാഹനത്തിന്റെ GVW 5 ടണ്ണിലും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അത്തരം വാഹനങ്ങളെ നമുക്ക് M3 കാറ്റഗറിയിൽ പെടുത്താമെന്നാണ് പറയുന്നത്. ഓർത്തു വെച്ചേക്കണേ. അടുത്ത നോക്കുക, കാറ്റഗറി M3G ആണ്. M4 പാസഞ്ചർ എന്ന് പഠിച്ചു, അതായത് യാത്രക്കാരെ കൊണ്ടുപോകാൻ എന്ന് പഠിച്ചു. G തൊട്ട് മുമ്പ് പഠിച്ചു എന്താണ്? ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളതെന്ന് പഠിച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ M3 എന്ന് പറഞ്ഞാൽ അല്ലെ M3G എന്ന് പറഞ്ഞാൽ എന്താണ്? M3 വിഭാഗത്തിൽ പെടുന്നതായിരിക്കണം. അതായത് M3 വിഭാഗത്തിൽ പെടണമെങ്കിൽ വാഹനത്തിന്റെ ഭാരം 5 ടണ്ണിൽ കൂടുതലായിരിക്കണം. യാത്രക്കാരെന്ന് പറയുന്നത് ഡ്രൈവറിന് പുറമെ 9 കൂടുതൽ പേരെ വഹിക്കുവാൻ കഴിയുന്നതായിരിക്കണം. അതാണ് M3 എന്ന് പറയുന്നത്. അപ്പൊ M3G ആണെങ്കിൽ ആ വാഹനം എന്തായിരിക്കണം? M3 വിഭാഗത്തിൽ പെടുന്നതായിരിക്കണം. അതിൻ്റെ കൂടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, ഓഫ് റോഡിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി, M3 എന്ന് പറഞ്ഞാൽ 5 ടണ്ണിൽ കൂടുതൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉണ്ടായിരിക്കണം. ഡ്രൈവർ സീറ്റിന് പുറമെ 9 യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയണം. ഇനി M3G എന്ന് പറഞ്ഞാൽ എന്താണ്? M3 കാറ്റഗറിയിൽ പെടുന്നതായിരിക്കണം. കൂടുതൽ അതിന്റെ കൂടെ എന്താണ്? ഓഫ് റോഡിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. വളരെ എളുപ്പമാണ്, ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതിയാകും. അടുത്തത് കാറ്റഗറി N വാഹനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് M കാറ്റഗറിയെ പറ്റിയിട്ടായിരുന്നു. M കാറ്റഗറി എന്ന് പറയുന്നത് പാസഞ്ചർ വെഹിക്കിളുകളാണ്. M1 പഠിച്ചു, M2 പഠിച്ചു, M3 പഠിച്ചു, M2G പഠിച്ചു, M3G നോക്കി. അടുത്തത് N കാറ്റഗറി വാഹനങ്ങളാണ്. M പാസഞ്ചർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും N എന്തായിരിക്കും? അതെ, ചരക്ക് വാഹന ഗതാഗതം, ചരക്ക് വാഹനങ്ങളെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. നോക്കിയേ, കാറ്റഗറി N ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതും 4 ചക്രത്തിൽ കുറയാത്തതുമായ വാഹനങ്ങളെ എന്തെന്ന് പറയാം? കാറ്റഗറി Nൽ പെടുത്താവുന്നതാണ്. അപ്പൊ N കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ചക്രം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായിരിക്കണം. അത്തരം വാഹനങ്ങളെ N കാറ്റഗറിയിൽ പെടുത്തുന്നു. അതിൽ ഓരോന്നായിട്ട് വരുന്നുണ്ട്. നോക്കിക്കേ, ഇത്തരം വാഹനങ്ങളിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി ചരക്കുകളോടൊപ്പം ആളെയും കൊണ്ടുപോകാം. അപ്പോൾ ആ വാഹനങ്ങളിൽ ചരക്ക് മാത്രമല്ല, വ്യവസ്ഥകൾക്ക് വിധേയമായി ആൾക്കാരെയും കൊണ്ടുപോകാം. അപ്പോൾ ആ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്പർ ഓഫ് പാസഞ്ചേഴ്സിന്റെ എണ്ണം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അത്രയും എണ്ണം ആൾക്കാരെ മാത്രമേ ചരക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോകാവൂ. നമ്മളൊക്കെ ചില വാഹനങ്ങളിൽ ബോഡിയിലെ കുറെ ആൾക്കാരെ ഇരുത്തിക്കൊണ്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം യാത്രയൊന്നും അനുവദനീയമല്ല, നിയമപരമായി അനുവദനീയമല്ല എന്ന് ഓർക്കുക. ഈ ഒരു കാര്യമാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പം N കാറ്റഗറി വാഹനങ്ങളിലെ ഒരു വണ്ടി ചരക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ അനുവദനീയമായിട്ടുള്ളത് അത്രത്തോളം യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോകുവാൻ സാധിക്കൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. അടുത്ത നോക്കിക്കേ, N1 കാറ്റഗറി വാഹനങ്ങളാണ് എന്തെന്ന് പറയുന്നത്. നോക്കിക്കേ, 3500 കിലോഗ്രാമിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങൾ. ഇപ്പോൾ വാഹനത്തിന്റെ ഭാരം 3500 കിലോഗ്രാമിൽ കൂടുന്നില്ല, മാക്സിമം ഭാരമാണ് 3500. 3500 കിലോഗ്രാമിലും താഴെയാണ് വാഹനത്തിന്റെ ഭാരമെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾക്ക് എന്തിൽ പെടുത്താം? N1 കാറ്റഗറിയിൽ പെടുത്താമെന്ന് ഓർത്തു വെച്ചേക്കുക. നോക്കിയേ, മൊത്ത വാഹന ഭാരം
GVW വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3500 കിലോഗ്രാമിലും താഴെ ആയിരിക്കണം. അതായത് 3.5 ടണ്ണിലും താഴെ ആയിരിക്കണം എന്നർത്ഥം. മൊത്ത വാഹന ഭാരം 3500 kg കൂടാത്ത വാഹനങ്ങൾ, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3500 താഴെയാണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? N1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് N2 കാറ്റഗറി വാഹനങ്ങളെ പറ്റിയിട്ടാണ്. N1 കാറ്റഗറി നോക്കി, N കാറ്റഗറി നോക്കി. N കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? അതെ, ചരക്ക് വാഹനങ്ങളെ പറ്റിയിട്ടാണ് N കാറ്റഗറി പറയുന്നത്. ചരക്ക് കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന, ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് N കാറ്റഗറി. N2 എന്താണ് നോക്കിക്കേ. വാഹനത്തിന്റെ മൊത്ത ഭാരം, അതായത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളാണ്. അപ്പോ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12 ടണ്ണിനും 3.5 ടണ്ണിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? N2 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയാം. നോക്കിക്കേ, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ 3.5 ടൺ അഥവാ 3.5 ടൺ അഥവാ 3500 കിലോഗ്രാം. 3500 കിലോഗ്രാമിനും 12000 കിലോഗ്രാം അഥവാ 12 ടണ്ണിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? N2 കാറ്റഗറി എന്ന് പറയാം. ഓർക്കുക, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3.5 ടണ്ണിൽ കൂടുതലായിരിക്കും, 12 ടണ്ണിൽ കുറവുമായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. അത്തരം വാഹനങ്ങളെ N2 കാറ്റഗറി എന്ന് പറയാം. അടുത്തത് N3 കാറ്റഗറിയാണ്. ചരക്ക് വാഹനമാണെന്ന് ഓർക്കുക. മൊത്ത വാഹന ഭാരം 12 ടണ്ണിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 12 ടണ്ണിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത്തരം വാഹനങ്ങളെ നമ്മൾക്ക് N2 കാറ്റഗറി, N3 കാറ്റഗറി എന്ന് പറയാം. മൊത്ത വാഹന ഭാരം 12 ടണ്ണിൽ കൂടുതലാണെങ്കിൽ അത്തരം വാഹനങ്ങളെ N3 കാറ്റഗറി എന്ന് പറയാം. ഓക്കെ, കൃത്യമായിട്ട് ഇത് ഓർത്തു വെക്കുക. അടുത്ത നോക്കുക. നമ്മളുടെ ഒരു പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ തിയറിയാണ് പഠിച്ചത്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം എന്താ കൊടുത്തേക്കെന്ന് നോക്കിക്കേ. M1 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, M1 കാറ്റഗറി പാസഞ്ചേഴ്സിനാണ്. നമ്മൾ ആദ്യം പറഞ്ഞു M കാറ്റഗറി എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിനാണെന്ന് പറയുന്നുണ്ട്. സീറ്റിംഗ് കപ്പാസിറ്റി 9, മാക്സിമം 9, അതായത് ഡ്രൈവർ പ്ലസ് 8, അങ്ങനെ മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 9 ആണ്. M കാറ്റഗറി എന്ന് പറയുന്നത് യാത്രക്കാരെ കൊണ്ടുപോകാനുള്ളതാണ്. M1 കാറ്റഗറിയിലേക്ക് വന്നപ്പോഴേക്കും എന്താണ്? യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള വാഹനമാണ്. സീറ്റിംഗ് കപ്പാസിറ്റി മാക്സിമം 9, അതായത് ഡ്രൈവറിന്റെ സീറ്റിന് പുറമെ 8 പേരെ കൂടി വഹിക്കാമെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? M1 കാറ്റഗറി എന്ന് പറയുന്നു. രണ്ടാമത്തെ നോക്കിക്കേ, M2 കാറ്റഗറിയാണ് പറയുന്നത്. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനാണ്. സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞു 9-ലധികം എന്ന് പറഞ്ഞു. 9-ലധികമായിരിക്കണം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അതേപോലെ GVW മൊത്ത വാഹന ഭാരം, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ടണ്ണിലും താഴെയാണ്. മനസ്സിലാവുന്നുണ്ടോ? പരമാവധി 5 ടണ്ണിൽ താഴെ ആയിരിക്കണം വാഹനത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. 5 ടണ്ണിലും താഴെയായിരിക്കണം. പരമാവധി സീറ്റിംഗ് എത്രയായിരിക്കണം? 9ഉം അതിലധികവുമായിരിക്കണം. 9ഓ അല്ല അതിലധികമോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങളാണ് M2 കാറ്റഗറിയിൽ പെടുന്നത്. പരമാവധി ഭാരം എന്ന് പറയുന്നത് 5 ടണ്ണിൽ താഴെയായിരിക്കണം. അടുത്ത നോക്കിയേ, M3 കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ ബസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാകുമ്പോൾ നമ്മുടെ ടെമ്പോ ട്രാവലർ. ബസ് ഒന്ന് ഓർത്ത് വെക്കുക. M3 കാറ്റഗറി ആകുമ്പോഴത്തേക്കും സീറ്റിംഗ് കപ്പാസിറ്റി 9-ലധികം ഉണ്ടായിരിക്കും. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ടണ്ണിൽ കൂടുതലായിരിക്കും. M2 ആകുമ്പോഴത്തേക്കും 5 ടണ്ണിൽ കുറവാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. M3 ആകുമ്പോഴത്തേക്കും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ടണ്ണിൽ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. M4 പാസഞ്ചേഴ്സ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത് നോക്കി, N1 കാറ്റഗറി. N എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ N എന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കി, N1 കാറ്റഗറിയിലേക്ക് എത്തുമ്പോഴേക്കും പരമാവധി ഭാരം എന്ന് പറയുന്നത് 3.5 ടണ്ണില് താഴെ നിൽക്കണം. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 3.5 ടണ്ണിലും താഴെയാണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾക്ക് എന്തെന്ന് പറയാം? N1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയാം. ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതും വാഹനത്തിന്റെ മൊത്ത ഭാരം എന്ന് പറയുന്നത് 3.5 ടണ്ണിൽ താഴെയുമാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? അതെ,
N1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയാം. അടുത്ത നോക്കിക്കേ, N2 കാറ്റഗറി വാഹനം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗുഡ്സ് കാരിയർ ആണ്, അതായത് ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലാണെങ്കിൽ 3500 കിലോഗ്രാമിനും 12,000 കിലോഗ്രാമിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ N2 കാറ്റഗറി വാഹനങ്ങൾ എന്നാണ് പറയുന്നത്. N1 3500 താഴെ, N2 ആവുമ്പോഴേക്കും 3500 മുതൽ 12,000 വരെ അങ്ങനെയുള്ള വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? N2 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയാം. അടുത്ത് നോക്കിയേ, N3 കാറ്റഗറി വാഹനങ്ങളാകുമ്പോഴേക്കും നമുക്കറിയാം വലിയ വലിയ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കണം, അഥവാ 12 ടണ്ണിൽ കൂടുതലാണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾ N3 കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ചിത്രം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ഈ കാറ്റഗറി പഠിക്കാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നോക്കിക്കേ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയിലർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന വാഹനങ്ങളാണ്. ടി കാറ്റഗറി ടി വാഹനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് കാറ്റഗറി ടി. T1 എന്താണെന്ന് നോക്കിക്കേ, മൊത്തം വാഹന ഭാരം 0.75 ടണ്ണിൽ കൂടാത്ത ടി കാറ്റഗറി വാഹനങ്ങൾ. അപ്പം വാഹന ഭാരം എന്ന് പറയുന്നത്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 0.75 ടണ്ണിൽ ഉള്ളിലാണെങ്കിൽ, അതിൽ കൂടുന്നില്ല എങ്കിൽ, 0.75 ടണ്ണിൽ കൂടുന്നില്ല എങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾക്ക് കാറ്റഗറി T1 എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? 0.75 ടണ്ണിൽ കൂടുന്നില്ല എങ്കിൽ അത്തരം വാഹനങ്ങളെ T1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയാം. കാറ്റഗറി T2 എന്താണെന്ന് നോക്കിക്കേ, 0.75 ടണ്ണിൽ കൂടുതലും 3.5 ടണ്ണിൽ താഴെയുമുള്ള ടി കാറ്റഗറി വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? T2 എന്ന് പറയുന്നത്. അപ്പം T2 കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.75 ടണ്ണിൽ കൂടുതലായിരിക്കണം, അതുപോലെ തന്നെ 3.5 ടണ്ണിൽ താഴെയുമായിരിക്കണം. ഇവിടെ T1 കാറ്റഗറി എന്ന് പറയുമ്പോഴോ 0.75 ടണ്ണിന് കൂടരുത് എന്നാണ് പറയുന്നത്. 0.75 ടണ്ണിലും കൂടരുത്. അത്തരം വാഹനങ്ങളെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? T1. T2 ആകുമ്പോഴത്തേക്കും 0.75നും 3.5നും ഇടയിലാണെന്നുണ്ടെങ്കിൽ T2 കാറ്റഗറി വാഹനമാണത്. T3 ആകുമ്പോഴോ പരമാവധി ഭാരം എന്ന് പറയുന്നത് 3.5 ടണ്ണിൽ അധികമായിരിക്കണം, 10 ടണ്ണിൽ താഴെയുമായിരിക്കണം. അപ്പോൾ T3 കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരമാവധി ഭാരം എന്ന് പറയുന്നത് 10 ടണ്ണിൽ താഴെയായിരിക്കണം, 3.5 ടണ്ണിൽ കൂടുതലുമായിരിക്കണം. അപ്പൊ നോക്കിയേ, 3.5 ടണ്ണിനും 10 ടണ്ണിനും ഇടയിൽ ഭാരമുള്ള വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? T3 കാറ്റഗറി വാഹനങ്ങൾ എന്ന് പറയുന്നത്. കാറ്റഗറി T4 ആകുമ്പോഴോ 10 ടണ്ണിൽ കൂടുതലുള്ള ടി കാറ്റഗറി വാഹനങ്ങൾ. 10 ടണ്ണിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? T4 കാറ്റഗറി എന്ന് പറയുന്നത്. T4 കാറ്റഗറി ആകുമ്പോൾ വാഹനത്തിന്റെ ഭാരം 10 ടണ്ണിലും കൂടുതലായിരിക്കുമെന്ന് ഓർത്തു വെക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾ നമ്പർ 2C ആണ്. അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ. ഇതിലെ റൂൾ നമ്പർ 2C എന്താണെന്നാണ് പറയാൻ പോകുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 റൂൾ 2C അഗ്രികൾച്ചർ ട്രെയിലർ അഥവാ കാർഷിക ആവശ്യത്തിനുള്ള ട്രെയിലറുകളെ പറ്റി നിർവഹിച്ചിരിക്കുന്നത്. അപ്പം റൂൾ നമ്പർ 2C പറയുന്നത് അഗ്രികൾച്ചറൽ ട്രെയിലറിനെ പറ്റിയിട്ടാണ്. അഗ്രികൾച്ചർ ട്രെയിലർ, കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രെയിലറുകളെ പറ്റി പറയുന്നു. ഇപ്പൊ ഈ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും എന്താണെന്ന്. ട്രാക്ടറിന്റെ പിന്നിലെ വെച്ച് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർഷിക സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ ഒരു പെട്ടി ഉണ്ടാകും. അത് ട്രാക്ടറിനോട് അറ്റാച്ച് ചെയ്തിരിക്കും. ഈ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ ട്രെയിലർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ ട്രെയിലർ എന്നാൽ കാർഷിക വസ്തുക്കളുടെ ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും
അഗ്രികൾച്ചറൽ ട്രാക്ടറിനോട് ഹുക്ക് ഉപയോഗിച്ച് ബന്ധിപ്പിക്കപ്പെട്ടതും സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ആക്സിലോട് കൂടിയതും കവർ ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പം എന്താണ് അഗ്രികൾച്ചറൽ ട്രെയിലർ എന്ന് പറഞ്ഞാൽ? ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക, അത് കവർ ചെയ്തിട്ടില്ല, മൂടി വെച്ചിട്ടില്ല, അതായത് ബോഡി അടിച്ച് കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നു. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആക്സിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ട്രാക്ടറിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഹൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ടറിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? കാർഷിക വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഹൂക്ക് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുള്ളതും കവർ ചെയ്യപ്പെടാത്തതും ആയിട്ടുള്ള വാഹനങ്ങളെ, ട്രാക്ടറിനോട് ബന്ധിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന് നമുക്ക് എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ ട്രെയിലർ എന്ന് പറയാം. നോക്കിക്കേ, ട്രാക്ടർ ഉണ്ട്, ട്രാക്ടറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രികൾച്ചറൽ ട്രെയിലർ എന്ന് പറയുന്നത്. നോക്കുക, ബോഡി കെട്ടി മറച്ചിട്ടില്ല, അതുപോലെ ഹൂക്ക് ഉപയോഗിച്ച് ട്രാക്ടറിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. തമിഴ്നാടുകളിലെ റോഡുകളിൽ സ്ഥിരമായിട്ട് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും കൂടെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ നമ്പർ 2I പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് റൂൾ നമ്പർ 2I പറയുന്നത് നോക്കാം. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 റൂൾ 2I കാറ്റഗറി L1 വാഹനങ്ങളെ പറ്റി പരാമർശിക്കുന്നു. നോക്കിക്കേ, അപ്പോൾ കാറ്റഗറി L1 വാഹനങ്ങളെ പറ്റി പരാമർശിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമം ഏതാണ്? അതെ, റൂൾ 2I. അപ്പോ L1 കാറ്റഗറി വാഹനങ്ങളെ പറ്റി പറയുന്നത് CMVR 2I ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പം L1 കാറ്റഗറി വാഹനങ്ങൾ പ്രധാനമായിട്ടും മോട്ടോർ സൈക്കിളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് L1 കാറ്റഗറി വാഹനങ്ങൾ എന്ന് നോക്കിക്കേ. പരമാവധി വേഗത 45 km/h കൂടാത്തത്. അപ്പോൾ അത്തരം വാഹനങ്ങളുടെ പരമാവധി വേഗത എന്തായിരിക്കും? 45 km/h വരത്തുള്ളൂ. 45 km/h, ഒരു മണിക്കൂറിൽ പരമാവധി അതിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം എന്ന് പറയുന്നത് 45 km ആയിരിക്കും. അതുപോലെ തന്നെ എൻജിൻ കപ്പാസിറ്റി 50 cc കൂടാത്തതുമായിട്ടുള്ള മോട്ടോർ സൈക്കിളുകളെ നമ്മൾക്ക് എന്തെന്ന് പറയാം? L1 കാറ്റഗറി എന്ന് പറയാം. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ എൻജിൻ ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ എൻജിന്റെ പരമാവധി പവർ എന്ന് പറയുന്നത് 50 cc ആയിരിക്കും. 50 ക്യൂബിക് കപ്പാസിറ്റി ആയിരിക്കും ആ എൻജിന്റെ പരമാവധി പവർ എന്ന് പറയുന്നത്. ആ വാഹനത്തിന് നൽകാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയായിരിക്കും? 45 km/h ആയിരിക്കും. അത്തരം വാഹനങ്ങളെയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി L1 പറയുന്നത്. ഈ L1 കാറ്റഗറി വാഹനങ്ങളെ പറ്റി പരാമർശിക്കുന്ന എവിടെയാണ്? കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 റൂൾ നമ്പർ 2I ആണ് എന്തിനെ പറ്റി പറയുന്നത്? L1 കാറ്റഗറി വാഹനങ്ങളെ പറ്റി പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്ത് നോക്കിക്കേ. ഇനി ഈ L1 കാറ്റഗറിയിൽപ്പെട്ട വാഹനത്തിൽ ഇലക്ട്രിക് മോട്ടോറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ അത്തരമൊരു ഇലക്ട്രിക് പവറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആ വാഹനം സഞ്ചരിക്കുന്നത് എങ്കിൽ പരമാവധി പവർ 0.5 കിലോവാട്ടിൽ കൂടാത്തതും പരമാവധി വേഗത 45 km/h കൂടാത്തതുമായ ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള ഇരുചക്ര വാഹനങ്ങൾ L1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. എൻജിൻ ഘടിപ്പിക്കുമ്പോൾ എൻജിന്റെ പരമാവധി കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 cc ആണ്. ആ എൻജിന് പകരം ഇലക്ട്രിക് മോട്ടറാണ് ഘടിപ്പിക്കുന്നത് എങ്കിൽ L1 കാറ്റഗറി വാഹനങ്ങളിൽ എൻജിന് പകരം ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിക്കുമെങ്കിൽ അതിന്റെ പരമാവധി പവർ എന്തായിരിക്കും? 0.5 കിലോവാട്ട് ആയിരിക്കും. ഇപ്പൊ പരമാവധി പവർ 0.5 കിലോവാട്ട് ആയിരിക്കും. ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ചിട്ടുള്ള അത്തരം വാഹനങ്ങളിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് 45 km/h ആയിരിക്കും. ഒരു മണിക്കൂറിൽ പരമാവധി 45 km സഞ്ചരിക്കുന്നു. അപ്പോൾ പരമാവധി വേഗത എന്ന് പറയുന്നത് 45 km/h ആയിരിക്കണം. ഇലക്ട്രിക് മോട്ടോറിന്റെ പരമാവധി പവർ എന്ന് പറയുന്നത് 0.5 കിലോവാട്ട് ആയിരിക്കണം. അത്തരം വാഹനങ്ങളെ നമ്മൾക്ക് എന്തെന്ന് പറയാം? L1 കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് റൂൾ നമ്പർ 2W പറ്റിയിട്ടാണ് പറയുന്നത്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ, കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ നമ്പർ 2W പറയുന്നത് എന്താണ്? ദേശീയ തലസ്ഥാന മേഖല അഥവാ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, അത്ര മാത്രമേ അത് പറയുന്നുള്ളൂ. അപ്പോൾ
കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ റൂൾ 2W എന്തിനെ പറ്റി പറയുന്നു? ദേശീയ തലസ്ഥാന മേഖല അഥവാ നാഷണൽ ക്യാപിറ്റൽ റീജിയൺ. മറ്റൊരു ചോദ്യമാണ്, നാഷണൽ ക്യാപിറ്റൽ റീജിയൺ അഥവാ ദേശീയ തലസ്ഥാന മേഖലയെ പറ്റി പറയുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമം ഏതാണ്, അല്ലെങ്കിൽ വകുപ്പ് ഏതാണ്? റൂൾ നമ്പർ 2W ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റൂളാണ് റൂൾ 3 കേന്ദ്ര മോട്ടോർ വാഹന നിയമം, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989. റൂൾ 3 എന്താണ്? വാഹനം ഓടിക്കാൻ അധികാരപ്പെടുത്തി നൽകിയ ഫലപ്രദമായ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിയും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കുവാൻ പാടില്ല. നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂൾ എന്ന് പറയുന്നത്. കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 റൂൾ നമ്പർ 3 എന്താണെന്നാ പറയാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് ഫലപ്രദമായ ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു കാരണവശാലും ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്ന് കരുതുക, ഈ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടു എന്ന് കരുതുക, നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് കരുതുക, നിങ്ങളുടെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് കരുതുക. ഈ സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ പാടുള്ളതല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് നിലവിൽ സാധുവായ വാലിഡ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ലൈസൻസ് റദ്ദ് ചെയ്താലോ ലൈസൻസ് സസ്പെൻഡ് ചെയ്താലോ കാലഹരണപ്പെട്ടാലോ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്നർത്ഥം. അപ്പൊ അത്തരം ഒരു വ്യക്തി ഒരു കാരണവശാലും ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ പാടില്ല. പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാധുവായ ഫലപ്രദമായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന നിയമമാണ് എന്ത്? കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ നമ്പർ 3. അപ്പോ ഒരു വ്യക്തിക്ക് പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുവാൻ ലൈസൻസ് വേണമെന്ന് പറയുന്ന നിയമം ഏതാണ്? CMVR റൂൾ നമ്പർ 3. അടുത്ത നോക്കിക്കേ, തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രത്യേകമായ അർഹതയില്ല എങ്കിൽ ഒരു വ്യക്തിയും ട്രാൻസ്പോർട്ട് വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുവാൻ പാടില്ല. അപ്പോ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ ആ ലൈസൻസ് വെച്ചുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ അർഹതയില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പൊതുസ്ഥലത്ത് അത്തരം ഒരു വാഹനം ഓടിക്കുവാൻ പാടില്ല. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാൻ അധികാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുവാൻ അധികാരപ്പെടുത്തുന്ന നിയമം ഏതാണ്? റൂൾ നമ്പർ 3 ഓഫ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ നമ്പർ 3 പറയുന്നു, നിങ്ങൾക്ക് പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാധുവായിട്ടുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു വ്യക്തി പൊതുസ്ഥലത്ത് അത്തരമൊരു വാഹനം ഓടിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന N കാറ്റഗറി വാഹനങ്ങൾ എന്താണ്, L കാറ്റഗറി വാഹനങ്ങൾ എന്താണ്, M കാറ്റഗറി എന്താണ്, അതുപോലെ തന്നെ T കാറ്റഗറി വാഹനങ്ങൾ എന്താണെന്ന് നോക്കി. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് പഠിക്കുന്നതിൽ കുറച്ചുകൂടി ഈസിയാണ് ആ പിക്ചർ നോക്കി പഠിക്കാനായിട്ട്. കാരണം ചില നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും അത്ര ഒരു പിക്ചർ നോക്കി പഠിക്കുമ്പോൾ. അതുപോലെ തന്നെ എന്താണ് റൂൾ നമ്പർ 3 എന്ന് പറഞ്ഞു, റൂൾ നമ്പർ 2 അതിന്റെ സബ്സെക്ഷനുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ചില സാങ്കേതിക തകരാറുകൾ നമ്മൾ നേരിടുന്നതുകൊണ്ട് ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഒരു ചെറിയ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ തകരാറുകളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഡ്രൈവറിന്റെയും പോലീസ് ഡ്രൈവറിന്റെയും ഫയർമാൻ ഡ്രൈവറിന്റെയും തുടങ്ങി ഡ്രൈവർ തസ്തികളിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങി എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ പഠിച്ചു പോവുക. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.